അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈഡ് റൈസാണ്. വെജിറ്റബിളും മുട്ടയും ചിക്കനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. 7 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചട്ടിയിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ കടായിലേക്ക് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ മാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് ഈ എണ്ണയിൽ കിടന്നിട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 3 സവാളയാണത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കുക. ഒരു 200-280 ഗ്രാമോളമുണ്ട് ബീൻസ്. അത് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് വഴറ്റുക. അതുപോലെ തന്നെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ആ ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 3 മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. 3 4 ആയാലും കുഴപ്പമില്ല കേട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. 1.5 ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്തിട്ടുള്ള സ്പ്രിംഗ് ഒണിയനാണ് 250 ഗ്രാമാണ് ഇത് കേട്ടോ. അതുകൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂണാണ് ചേർത്തത് കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സാക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. മാഗി ക്യൂബ്സും പിന്നെ സോയാ സോസൊക്കെ ചേർത്തതല്ലേ, അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എയർ ഫ്രയറിലിട്ട് പൊരിച്ച് വെച്ചാണ് ചിക്കൻ ഒന്ന് മൂപ്പ് ഏറിപ്പോയിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ചെയ്തത്. 1 പ്രാവശ്യം ചെയ്ത് കുറച്ചൊന്ന് മൂപ്പ് ഏറി. അതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്താലും മതി. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഫ്രൈഡ് റൈസ് ഇതിലേക്കൊന്നും വേണ്ടത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ഒരു കറിയും ഒന്നും വേണ്ട, ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബാക്കി വെച്ചിരുന്ന സ്പ്രിംഗ് ഒണിയനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് മിക്സാക്കാൻ ഈ പാത്രം പറ്റില്ല. കടായി വലിപ്പം കുറവാണ്. 2 കിലോ അരി ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഞാനൊരു കുറച്ച് വായുവായിട്ടുള്ളൊരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മൾ ഈ മസാല ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചോറിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവിൻ്റെയും കച്ചപ്പിൻ്റെയൊക്കെ അളവ് നമ്മളെ ഇഷ്ടത്തിന് കൂട്ടി കൊടുക്കുക. അല്ലാതെ ഇളക്കാനും പറ്റില്ല. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ ചോറിട്ട് കൊടുക്കുക. കുറച്ചും കൂടെ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല പാകത്തിനാണ് വേവൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. ചോറ് തലേ ദിവസം നമ്മൾ തിളപ്പിച്ച് ഊറ്റി ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ തന്നെയാണ് ഊറ്റി വെച്ചത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ്റെ എല്ലുള്ള കഷ്ണങ്ങൾ എടുത്തിട്ട് ഒന്ന് കുരുമുളക് ഉപ്പിട്ടിട്ട് നന്നായി കുക്കറിലിട്ട് വിസിലടുപ്പിച്ചിട്ട് അതിൻ്റെ സൂപ്പാണ് 1/2 ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ച് ചേർത്തത്. അതുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഉണ്ടെങ്കിൽ ഒരു അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന റൈസാണിത് കേട്ടോ.